ഹലോ കൂട്ടുകാരെ, നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ഒരു മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് ഞാൻ നല്ലവരായ കൂട്ടുകാരെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു മുട്ടക്കറി നമുക്ക് ഇന്ന് റെഡിയാക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു 3 കൊച്ചു സവാള നല്ല രീതിയിൽ അരിഞ്ഞു വെക്കുക, നല്ല രീതിയിൽ ചെറുതായിട്ട് അരിയുക. അത് കഴിഞ്ഞിട്ട് 2 ഉണ്ടമുളകോ പച്ചമുളകോ ചെറിയതായിട്ട് അരിയുക. ഒരു തക്കാളി ചെറുതായിട്ട് അരിയുക. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പും ഇതാക്കുക. 3 മുട്ട ഞാൻ ആവശ്യത്തിന് എടുത്തതാണ്. 2 മുട്ടയാകാം, 4 മുട്ടയാകാം. 3 മുട്ട നല്ല രീതിയിൽ കലക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് എണ്ണ തിളപ്പിക്കുക. എണ്ണ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇടുക. അതിന് ശേഷം നമ്മൾ സവാള അരിഞ്ഞത് ഇടുക. സവാള നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി, അരിഞ്ഞു വെച്ച തക്കാളി അതിനകത്ത് ഇടുക. തക്കാളി ഇട്ടതിന് ശേഷവും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ വരട്ടി നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതിനകത്തിടുക. തീ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാവൂ. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഇത് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. അത് നല്ല രീതിയിൽ ഒരു വിധം വെന്തതിന് ശേഷം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ടും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇതിനകത്ത് എത്രത്തോളം നമ്മുടെ ഇളക്ക് ശരിയാവുന്നു അത്രത്തോളം നമ്മുടെ മുട്ടക്കറിക്കും ടേസ്റ്റ് കൂടും. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഗ്രേവി നല്ല രീതിയിൽ പിടിക്കാനാണ്. അതിനുശേഷം നല്ല രീതിയിൽ നല്ല രീതിയിൽ തിളപ്പിക്കുക. ഒരുവിധം നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം ഒരു കുറുവിയ രൂപത്തിൽ നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ച മുട്ട അതിനകത്ത് ഒഴിക്കുക. മുട്ട നല്ല രീതിയിൽ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ അന്നേരം തന്നെ അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. മുട്ട അല്ലെങ്കിൽ കട്ട പിടിക്കുക. ഇത് ഇളക്കി നമ്മൾ കൊടുത്തില്ലെങ്കിൽ മുട്ട കട്ട പിടിക്കും. കട്ട പിടിച്ചു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് കറിയാവുകയില്ല. അങ്ങനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്ക് നമ്മൾ നിർത്തരുത്. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി ചൂട് കുറച്ചിട്ടേ നമ്മളിത് ചെയ്യാവൂ. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുമ്പം നല്ല രീതിയിൽ ഇളക്കുക. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളുടെ മുട്ടക്കറി എത്രയും പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നത് എല്ലാവരും പഠിച്ചല്ലോ. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുക. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഏത് ഫുഡിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ നമുക്ക് ടേസ്റ്റിയായ ഒരു ഫുഡാണ്. എല്ലാവരും ഇത് പരീക്ഷിക്കുക. ഓക്കേ.